ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ട്രാവലിങ്ങിൻ്റെ രണ്ടാമത്തെ ദിവസം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ റിസോർട്ടിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്ററാണ് ആ വ്യൂ പോയിൻറ്റ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മലേൻ്റെ മുകളിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇല്ലേ. ഏരിയ ഫുള്ള് ക്ലൗഡായിട്ട് ഫുള്ള് മൂടി കിടക്കുകയാണ്. ഇവിടെ കുറേ ആൾക്കാരുണ്ട് കാണാൻ വേണ്ടി വന്നേ. ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ ഈ ഏരിയയിൽ സൗണ്ട്സ് ഒന്നും പറ്റില്ല. പിന്നെ ആർഭാട പരിപാടികളൊന്നും ഇവിടെ പറ്റില്ല. കാരണം ഇവിടെ ആദിവാസികളൊക്കെ നിൽക്കുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അവർക്കൊരു എന്താ പറയുക, ഒരു പ്രോബ്ലം ആവുക വെച്ചിട്ട് ഞങ്ങൾ ആ പരിപാടികൾ നിർത്തിയില്ല. അതിന് മുമ്പേ ഫോറസ്റ്റിൻ്റെ ആൾക്കാരോടൊന്ന് പറഞ്ഞിരിക്കുന്നു, ഇങ്ങനെ സൗണ്ട്സ് ഒന്നും ഇവിടെ പാടില്ല, നിങ്ങൾക്ക് കണ്ടുപോരാന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നെക്കാട്ടും വലിയ ഉയരമുള്ള പുല്ലുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഫുൾ സ്ലീവുള്ള ഡ്രസ്സ് ഇട്ടിട്ട് വന്നിട്ടേ കാര്യമുള്ളൂ. ട്രൗസറൊന്നും എടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. അത് ആ മച്ചാൻ ട്രൗസർ എടുത്തിട്ടുണ്ട്. കാലൊക്കെ മുറിയുന്നതാണ് തോന്നുന്നത്. പിന്നെ ഫുൾ സ്ലീവുള്ള ഷർട്ട് ഇട്ടില്ല. വെള്ളം എടുത്തിട്ടുണ്ട്, നല്ല കാര്യം. അത് നമ്മളെ അക്ഷയ മച്ചാനാണ്. അദ്ദേഹം കാലിക്കറ്റ് റൈഡേഴ്സ് ഫാമിലിയിലെ ഒരു മെമ്പറാണ്. അദ്ദേഹം വെള്ളം എടുത്തിട്ടുണ്ട്, ഞാൻ വെള്ളം എടുത്തില്ല. ഞാൻ ആരെടുത്തും ചോദിച്ച് കുടിക്കാനുള്ള ഞാൻ എടുത്തില്ല കാര്യമായിട്ട്. പിന്നെ ദാഹിക്കുമ്പോൾ കുടിക്കുക, ആരെടുത്തും വാങ്ങി കുടിക്കാം. അപ്പോൾ ഈ ഫുള്ള് കാടാണ്. നേരത്തെ പറഞ്ഞ മാതിരി ഫുൾ സ്ലീവിലെ ഡ്രസ്സ് ഇട്ടിട്ട് വന്നിട്ട് കാര്യമുള്ളൂ. കാരണം മേലെ തട്ടിയ വരയുന്ന ടൈപ്പ് പുല്ലാണ്, വേണ്ടില്ലേ, ഒരു ടൈപ്പ് പുല്ല്. അത് മേലെ തട്ടിയ വരയും പറഞ്ഞു കഴിഞ്ഞാൽ ചോര വരും. ഫുള്ള് കാട്ടുകൂടെ. അപ്പോൾ ഇതിപ്പോൾ മുകളിലേക്ക് കയറുന്നതോളം വഴിയൊന്നും കാണുന്നില്ല. വഴിയൊക്കെ ഉണ്ടാക്കി പോകേണ്ട ഒരു ഇതാണ് വരുന്നത്. ഇവിടെ ഒരു ഇഷ്ടപ്പെട്ടൊരു മരം കണ്ട്, പിന്നെ നല്ല അടിപൊളി വൈബാണ്. നല്ല ഇഴകളൊച്ചയും ഫുള്ള് നല്ല കട്ട കാടിനുള്ളിൽ കൂടെയാണ് പോണത്. ഏകദേശം 1 കിലോമീറ്റർ മുകളിൽ പോയാൽ നമ്മളെ പോയിന്റ് എത്തും. ഭയങ്കര കാടാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം നമ്മൾ അവിടെ എത്താനായിരിക്കുന്നു. നല്ല ഉയരം കൂട്ടി സ്ഥലത്തേക്ക് തന്നെയാണ് കയറി പോണത്. ഇപ്പോൾ വഴി കുഴപ്പമില്ല, വഴി ഇപ്പോൾ കാണുന്നുണ്ട്. നേരത്തെ ഒന്നും കാണില്ല. നേരത്തെ ഉണ്ടാക്കി പോകേണ്ട ഒരു ഗതികേടാണ് ഉണ്ടായത്. നമ്മൾ മുമ്പ് പോയ ആൾക്കാരൊന്നും കാണാനില്ല. ഞങ്ങൾ കുറച്ച് താഴത്ത് കുടുങ്ങിപ്പോയി, വഴി മിസ്സായിപ്പോയി. അപ്പോൾ നമ്മളിതാ ഇതിൻ്റെ മുകളിൽ എത്തിയിരിക്കുന്നു. അത് കഴിഞ്ഞതാ നിങ്ങൾക്ക് കാണാം സൺറൈസിങ്. നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല. അതാ വാ മുകളിലേക്ക് വാ, കയറിക്കോ. സൺറൈസിങ് നമുക്ക് ഇവിടെയും ഇതേമാതിരി അത് സ്വന്തമായിട്ട് ഉണ്ടാക്കണം എന്നാണ് തോന്നുന്നത്. നല്ല അടിപൊളി റഫ് ആൻഡ് ടഫായ കാടാണ്.
ചുരുട്ടി കൊണ്ടുപോകും. അര കിട്ടിയല്ലോ ഇത് ചുരുട്ടിട്ട് ഇങ്ങനെ ഉരുണ്ടിങ്ങനെ പോകും. നേരത്തെ ആ മലയിൽ നിന്ന് ഇങ്ങനെ കയറി വന്ന് പിന്നെ അതിനുള്ളിൽ കൂടെ അങ്ങനെ വന്ന് ഇവിടെ എത്തി. ഇതാണ് ആ പാറ. അവിടെ എല്ലാവരും എത്തിയിട്ടുണ്ട്. നല്ല ഒരു വ്യൂ ആണ്. നേരത്തെ പറഞ്ഞാൽ ആ മലേൻ്റെ ആ ബാക്കിൽ നല്ല കോടമുണ്ട്. എല്ലാവരും ഒന്ന് വിശ്രമിക്കുക. അപ്പം നമ്മുടെ റൈഡ് ഏകദേശം അവസാനിക്കാൻ പോവാണ്. ട്രക്കിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞു. ഇനിയൊരു ബാത്തിങ് കൂടി കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് അവിടുന്ന് കാണാം. ഇപ്പോൾ രാവിലത്തെ ചായ കിട്ടി, കട്ടൻ ചായയാണ് കിട്ടിയത്, കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളെ റൈഡിന് വന്ന വണ്ടികളൊക്കെ ഏകദേശം ഒന്ന് കാണിച്ചു തരാം. റൈഡിന് വണ്ടി ഇതാ BMW ഉണ്ട്, G310 BMW, 2 ഉണ്ട് BMW. പിന്നെ ഒരു ഹാർലി ഒന്നുണ്ട്, ഫാറ്റ് ബോയ്, വലിയ രേഷത്തെ വണ്ടിയാണ്. പിന്നെ ഒരു എക്സ്പൾസ്, ഒരു ബുള്ളറ്റ്, ഹിമാലയൻ 1, 2, 3, 4 ഹിമാലയൻ ഉണ്ട്. പിന്നെ ബുള്ളറ്റ് 1, 2, 3, 4, 5, 6, 7, 8 ബുള്ളറ്റ്. ഡോമിനോർ 1, അതെ ഡോമിനോർ 1, 2, 3, 4 ഉണ്ട് ഡോമിനോർ. പിന്നെ യമഹേൻ്റെ RZ, ഒരു ഡ്യൂക്ക്, വീണ്ടും BMW G310, ഒരു 200. BMW ഏകദേശം ഒരു നാല് BMW ഉണ്ട്. 4 BMW, ഒരു ഹാർലി, ഡോമിനാർ ഒരു 4, പിന്നെ ഒരു അവഞ്ചർ. ഏറ്റവും കൂടുതലുള്ളത് ക്ലാസിക്കാണ്, ബുള്ളറ്റ്. ക്ലാസിക്കും ഉണ്ട്, സ്റ്റാൻഡേർഡും ഉണ്ട്. പിന്നെ നമ്മളെ ഹിമാലയൻ ഒരു 4 ഉള്ളൂ. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. നമ്മൾ കുളിക്കാൻ പോവാണ്. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ നിന്ന് കാണാം. കുറച്ച് സ്ട്രൈറ്റ് പോയാൽ കാണാൻ സാധിക്കും. അപ്പോൾ ഹാപ്പി ജേണി. അപ്പോൾ ഇതാണ് വൈൽഡ് വൈബ് റിസോർട്ട് ഫുള്ള്. ഈ ഒരു ഏരിയ ഫുള്ള് അവരുതാണ്. ഇവിടെ ട്രക്കിങ്ങിന് കൂട്ടിക്കൊണ്ടുവന്ന ഒരു ജീപ്പുണ്ട്. പിന്നെ ഇത് ഫുഡ് കഴിക്കുന്ന ഒരു സ്ഥലമാണ്. അതൊക്കെ ഫാമിലി ആടുന്നുണ്ട്. അവിടെ സ്റ്റേ ഒക്കെ ചെയ്യേണ്ട ആൾക്കാർ. നമ്മൾ മൊത്തം ആ ഭാഗത്താണ് കാണുന്നത്. പിന്നെ എവിടെയും സ്റ്റേ ചെയ്യുക. കോട്ടേജ് മാതിരിയാണ് ഇവിടെ ഉള്ളത്. കാണാമൊക്കെ കുളിച്ചോണ്ടിരിക്കുകയാണ്. അത്യാവശ്യം എല്ലാ സെറ്റപ്പൊക്കെ ഉള്ള ഒരു റിസോർട്ടാട്ടോ. ഒന്നിനും ഒരു കുറവില്ല. കുട്ടികളൊക്കെ കൂട്ടി ഫാമിലിയൊക്കെ ആയിട്ട് വരാൻ പറ്റിയൊരു റിസോർട്ടാണ്.
പുതിയൊരു മച്ചാനെ കിട്ടുന്നില്ല. ഈ റിസോർട്ടിലാണ്. വാ വാ ശരി. മൊത്തം നമ്മളെ വിടുന്നില്ല. ഒരു ഡോഗൊക്കെ കൂടെ ഉണ്ടെങ്കിൽ ഒരു അടിപൊളി വൈകായിരിക്കും. വാ വാ സുഖം നിൽക്കണ്ടേ. വാ 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 വരി വാ വാ. ഇവിടെ ഒരു ഊഞ്ഞാല് കാണുന്നുണ്ട്. നമുക്കൊന്ന് ആടി വെക്കണം. ഒരാളെ ആടിക്കൊണ്ടിരിക്കുക. നല്ലോണം ആടി, നല്ലോണം ആടി, നല്ല പുഷ് ചെയ്ത് കൊടുക്ക്. ആ പോ ആടി ആടി ആടി. ആ ആടി. അതാ നമ്മളെ മച്ചാൻ പുഷ് ചെയ്യാൻ പോവാണ്. ഏകദേശം ആയിട്ട് പോവും. പോട്ടെ. ആ റെഡി സെറ്റ്. ആ ആ ആ സെറ്റ്. ഇതാ അടിപൊളി. ആ അടിപൊളി. ആ എന്താണ് അടിപൊളി. മൂപ്പര് വേറെ ലെവല്ല. എന്തുണ്ട് വേണ്ട പോലെ അടിപൊളി. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു പുഴ. അപ്പോൾ ചാടി വെക്കാം. വീഡിയോ